ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് അനന്തൻ കാടാണ്. സോ ഇതൊരു ബൈലിംഗ്വൽ ഫിലിമാണ്. സോ ഇതിലെ ഡയറക്ടർ എന്ന് പറയുന്നത് ജിയാൻ കൃഷ്ണകുമാർ, റിട്ടൺ ആൻഡ് സ്ക്രീൻ പ്ലേ ബൈ മുരളി ഗോപി, പ്രൊഡ്യൂസ് ബൈ എസ് വിനോദ് കുമാർ, കോ പ്രൊഡ്യൂസർ ബൈ ഗോകുലം ഗോപാലൻ. ഇതിന്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് അജ്നേഷ് ലോക്നാഥ് ആണ്. സിനിമാറ്റോഗ്രാഫി ബൈ എസ് യുവ, എഡിറ്റിംഗ് ബൈ രോഹിത് വി എസ്, പ്രൊഡക്ഷൻ ഡിസൈൻ എടുത്തു പറയേണ്ടതാണ് രഞ്ജിത്ത് കൊത്താരി. പിന്നെ ഇതിന്റെ ആക്ഷൻ ആൻഡ് സ്റ്റണ്ട് ബൈ ശക്തി സർവണൻ. ഇതൊക്കെയാണ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. സോ കാസ്റ്റ് വൈസ് വരുവാണെങ്കിൽ ആര്യ, പിന്നെ ഇന്ദ്രൻസ്, പിന്നെ മുരളി ഗോപി, പിന്നെ അതേപോലെ ഒരു നീണ്ട നിരയുള്ള കാസ്റ്റിംഗ് തന്നെ ഉണ്ട്. സോ ഈ പടം എനിക്ക് ആക്ച്വലി വർക്കായിട്ടുണ്ട്. ഇതിലെ ഫസ്റ്റ് ഹാഫ് ആണ് എനിക്ക് വർക്ക് ആവാതെ ഉള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സിനിമാറ്റോഗ്രാഫി തന്നെയായിരുന്നു കാരണം. അവര് പുതുതായിട്ട് എന്തോ ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു, ബട്ട് എനിക്ക് അത്രയും അത് വർക്കായില്ല. പിന്നെ അതിലുള്ള സോങ്സും എനിക്ക് അത്ര വർക്കായില്ല. അതിനകത്ത് ഫസ്റ്റ് വരുന്ന 2 സോങ്സ് ഉണ്ട്. ആ 2 സോങ്സ് അവര് വേണമെന്ന് വെച്ച് പാളിച്ചയാണ്. അത് നമുക്ക് കഥയിൽ മനസ്സിലാവും. പക്ഷെ അത് ആ ഫസ്റ്റ് സോങ് വരുമ്പോൾ എനിക്ക് ഭയങ്കര ചിരി വരുന്നുണ്ടായിരുന്നു. കാരണം മറ്റേ ചെറിയ പിള്ളേരുടെ കാത്തു പൂപ്പിയിൽ വരുന്ന സോങ് പോലെയായിട്ട് എനിക്ക് തോന്നിയത്. അത് വേണമെന്ന് വെച്ചാൽ അവർ ഇട്ടയാണ്, അത് ഡെലിബറേറ്റ് ആണ്. പിന്നെ ഇതിലെ വേറൊരു പോരായ്മ പറയണത് അത് അതിന്റെ സോങ്സ് ആണ് ഫസ്റ്റ്. സെക്കൻഡ് സിനിമാറ്റോഗ്രാഫി. ഈ 2 പോരായ്മ ഫസ്റ്റ് ഹാഫിലുള്ളൂ. സെക്കൻഡ് ഹാഫിൽ പോകുമ്പോൾ ഇത് ബെറ്റർ ആവുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ പോകുമ്പോൾ അതിന്റെ BGM-ഉം അതിന്റെ കാര്യങ്ങളെല്ലാം ബെറ്റർ ആവുന്നുണ്ട്. സിനിമാറ്റോഗ്രാഫിയും ബെറ്റർ ആവുന്നുണ്ട്. ഒരു ക്ലൈമാക്സ്, രാജസ്ഥാനിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അതൊക്കെ എടുത്തു പറയണം. പിന്നെ ഇതിൽ പറയേണ്ടത് ഇന്ദ്രൻസിന്റെ ക്യാരക്ടറായിരുന്നു. ഞെട്ടിച്ചു കളഞ്ഞു ആ മനുഷ്യൻ, സത്യം ഞെട്ടിച്ചു കളഞ്ഞു. ഒരു മാസ് പരിവേഷത്തിൽ വന്ന് നിന്ന് നമ്മളെല്ലാരും ഞെട്ടിച്ചു കളഞ്ഞു മനുഷ്യൻ. എനിക്ക് സത്യത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്ദ്രൻസിന്റെ ക്യാരക്ടർ. അതേപോലെ മുരളി ഗോപി നന്നായിട്ട് അഭിനയിച്ചു. പിന്നെ അതിന്റെ ഒപ്പം നിൽക്കാനായിട്ട് ആര്യ ഫുൾ എഫേർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതില് സ്റ്റണ്ടാണ് എനിക്ക് ഇച്ചിരി ഒരു പോരായ്മ തോന്നിയത്. അത് ഒഴിച്ച് ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഇതിന്റെ ഇവിടുത്തെ ആർട്ട് വർക്ക്, ആ സിനിമയിൽ കൊടുത്തിരിക്കുന്ന ആർട്ട് വർക്ക്, സെറ്റ് ഡിസൈനിങ്, അതൊക്കെ ഗംഭീരമായിരുന്നു. ഗംഭീര ആർട്ട് വർക്കും സെറ്റ് ഡിസൈനും ആയിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ട ഇതിലെ വിജയരാഘവന്റെ ക്യാരക്ടർ ആയിരുന്നു KK മേനോൻ. അടിപൊളിയായിരുന്നു. അവരുടെ പ്ലേസിങ് ചെയ്ത, ആ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്ത രീതിയൊക്കെ ഗംഭീരമായിരുന്നു. പിന്നെ ഈ സിനിമയ്ക്ക് എടുത്തു പറയേണ്ട ഒരു മെയിൻ കാര്യമാണ് ഡയലോഗ്സ്. ഒരു അന്യായ ഡയലോഗ് ഡെലിവറിയാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. അതേപോലെ ഡയലോഗ് എഴുതിയ നമുക്കറിയാലോ, മുരളി ഗോപി എഴുതിയ എല്ലാ സിനിമയിലെ ഡയലോഗുകളും വെടിക്കെട്ട് ഡയലോഗുകളായിരിക്കും. അതേപോലെയാണ് ഈ പടത്തിലും സൂപ്പർ ഡയലോഗ്സ്. പിന്നെ ഈ സിനിമയിൽ അതായത് നമ്മുടെ മുരളി ഗോപി പറയേണ്ട പൊളിറ്റിക്സിനകത്ത് പറയുന്നുണ്ട്. മുരളി ഗോപി എഴുതുന്ന എല്ലാ സിനിമയ്ക്കകത്തും മുരളി ഗോപിന്റെതായ പൊളിറ്റിക്സ് പറയും. അതേപോലെ ഈ സിനിമയ്ക്കകത്തും ഉണ്ട്. ബട്ട് നമ്മളെ ബോറടിപ്പിക്കാതെ നന്നായിട്ട് ഈ പടം എടുത്തു വെച്ചിട്ടുണ്ട് തന്നെയാണ് പറയേണ്ടത്. ഞാൻ ഒരുപാട് റിവ്യൂസ് വേറെ കണ്ടായിരുന്നു. അതിനകത്തെല്ലാം കുറെ നെഗറ്റീവ് പറയുന്നത്. എനിക്ക് ഈ പടം ആക്ച്വലി വർക്കായി. ഫസ്റ്റ് ഹാഫിന്റെ കുറച്ച് പോരായ്മകൾ മാറ്റി നിർത്തിയാൽ ഇതൊരു നല്ല പടമാണ്. ഇതൊരു തിയേറ്റർ വാച്ച് തന്നെയാണ്. എല്ലാവരും പോയി ഈ സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യണം തന്നെയാണ് ഞാൻ പറയുന്നത്. അതേപോലെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സിന് വലുതായി ഇമ്പോർട്ടൻസ്, എല്ലാവർക്കും അതിൻ്റെതായ ക്യാരക്ടർ റോൾസും ഡയലോഗ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാരക്ടർ മേലെ നിൽക്കുന്ന, ഒരു ക്യാരക്ടർ താഴെ നിൽക്കുന്നതിൽ എല്ലാവർക്കും അതിൻ്റെതായ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കാസ്റ്റുകൾ അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ റേറ്റിംഗ് കൊടുക്കാം. റേറ്റിംഗ് സ്കെയിലിൽ നമ്മൾ ഈ പടത്തിന് ആവറേജ് ആണ് കൊടുക്കുന്നത്. ജസ്റ്റ് ബിക്കോസ് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് കാരണം. ഫസ്റ്റ് ഹാഫ് ആ പോരായ്മകൾ മാറ്റി നിർത്തിയാൽ ഒരു അടിപൊളി പടമായിരുന്നേനെ. ഇതിന്റെ സ്റ്റോറി എല്ലാം പ്രഡിക്റ്റബിൾ ആണ്. അതെല്ലാം ഉണ്ടായാലും നമുക്കൊരു നല്ല എന്റർടൈനിങ് ആയിരുന്നു. ബട്ട് ദ ഫസ്റ്റ് ഹാഫ് ഈസ് ഓൺലി പ്രോബ്ലം ഐ സീ ഇൻ ദിസ് മൂവി. അതൊഴിച്ചാൽ ഇതൊരു നല്ല പടം ആയിരുന്നേനെ. സോ ഇതൊരു ആവറേജ് റേറ്റിംഗിലാണ് ഞാനിത് കൊടുക്കുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. See you in next video. Bye bye.